നമുക്കുള്ളത് സ്വാതന്ത്ര്യ ദിനാചരണം അല്ല, സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്. അതൊരു സെലിബ്രേഷനാണ്, ആഘോഷിക്കലാണ്. നമുക്ക് ഉത്സവം തന്നെയാണ്. ആ ദിനത്തിൽ എന്തു കഴിക്കണമെന്നും പാടില്ലെന്നും നഗരസഭകൾ തീരുമാനിക്കുന്നതാണ് ഏറ്റവും അസ്വാഭാവികമായ കാര്യം. ഏകാദശിക്കും മഹാവീർ ജയന്തിക്കുമൊക്കെ അങ്ങനെ വ്രതമെടുക്കുന്നവർക്ക് വെജിറ്റേറിയൻ ആകാം. അല്ലാതെ അതിൻ്റെ പേരിൽ മുഴുവൻ ജനതയും വെജിറ്റേറിയൻ ആകേണ്ടതില്ല. ശബരിമല മണ്ഡലകാലത്ത് കേരളത്തിൽ മാംസഭക്ഷണം ആരും കഴിക്കരുത് എന്ന് പറയാൻ കഴിയില്ല. റമദാനിൽ നോമ്പെടുക്കുന്നത് ഇസ്ലാമിക വിശ്വാസികൾ മാത്രമാണ്. പീഡാനുഭവ സ്മരണയിൽ നോമ്പെടുക്കുന്നത് ക്രൈസ്തവർ മാത്രമാണ്. അത്തരം ചിട്ടകളൊക്കെ അതത് ആളുകൾക്ക് മാത്രമാണ് ബാധകമാകുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിന് മതപരമായോ വിശ്വാസപരമായോ ഒരു പ്രാധാന്യവുമില്ല. സ്വാതന്ത്ര്യം വിശ്വാസമല്ല, ഒരു സത്യമാണ്. ആ സത്യത്തെയാണ് ആഘോഷിക്കുന്നത്. അതിന് വിഘാതമായി ഒരു തരത്തിലുള്ള ചിട്ടകളും വരാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൽ മാംസഭക്ഷണം നിരോധിച്ച് എന്തു സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? RSSന്റെ നേതൃത്വത്തിൽ രാജ്യമെങ്ങും വ്യാപിപ്പിക്കാൻ നോക്കുന്ന ഭാരത് മാതാ സങ്കല്പമുണ്ട്. കാവിക്കൊടിയേന്തിയ അനുഗമിക്കാൻ സിംഹമുള്ള ഭാരത് മാതാവാണത്. ഇന്ത്യയുടെ ജനാധിപത്യവുമായോ സ്വാതന്ത്ര്യവുമായോ ആ ഭാരത് മാതാവിന് ഒരു ബന്ധവുമില്ല. RSS ശാഖകളിൽ പീഠത്തിലിരുത്തി ആരാധിക്കുന്നത് ഈ രൂപത്തെയാണ്. ഇത് ആരാധനാമൂർത്തിയാക്കി മാറ്റുന്നത് RSS താൽപര്യം നടത്താൻ മാത്രമാണ്.